ചെയ്യുന്ന ഒരു പെണ്ണിന്റെ ഹൃദയത്തിലേക്ക് ആ വാക്കങ്ങ് തറയ്ക്കുകയാണ്. ഗാസയിലെ ജനങ്ങൾ പിഞ്ചുമക്കൾ വീണ് മരിക്കുകയാണ്, അവര് പട്ടിണി കിടന്ന് മരിക്കുകയാണ്. അവരെ സഹായിക്കാത്ത നിങ്ങളോട് അള്ളാഹു ചോദിക്കുമെന്ന് പടച്ചവനെ ഒരു മനുഷ്യനവിടെന്ന് വിളിച്ചു പറഞ്ഞ വാർത്ത കേട്ടപ്പോ അതാ ഈജിപ്തുകാരിയായ സാറ എന്ന് പറയുന്ന മാതാ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സാറ എന്ന് പറയുന്ന പെണ്ണിന്റെ ഉറക്കം കെടുകയാണ്. ഒരു രാത്രി ഒരു സ്വപ്നം കാണുകയാണ്, പിഞ്ചു കുഞ്ഞുങ്ങൾ വായിക്കകത്ത് കൈവച്ചുകൊണ്ട് കരയുന്ന രംഗമാണ് കാണുന്നത്. പടച്ചവനെ, പ്രായമുള്ളവര് വിശന്ന് വീണ് മരിച്ചു പോവാണ്. സാറ എന്ന് പറയുന്ന പെണ്ണ് പറയുകയാ, സ്വപ്നം കണ്ട് കഴിഞ്ഞപ്പോ പടച്ചവനെ ഉറക്കം നഷ്ടപ്പെടുകയാണ്. എന്നെ പിടിച്ചു നിർത്തുമല്ലോ, നാളെ ഫലസ്തീനിന്റെ ജനത പട്ടിണി കിടന്ന് മരിച്ചപ്പോ അവരെ സഹായിക്കാത്തതിന്റെ പേരിൽ അല്ലാഹുവേ നാളെ പരലോകത്ത് എന്നെ പിടിച്ചു നിർത്തുമല്ലോ. അവസാനം സാറ എന്ന് പറയുന്ന പെണ്ണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കടലിന്റെ ചാരത്ത് പോവുകയാ. ഒരു കുപ്പിയെടുത്തിട്ട് ആ കുപ്പിക്കകത്ത് കുറച്ച് ധാന്യമങ്ങിടുകയാണ്. കുറച്ച് ധാന്യമിട്ടിട്ട് ആ സഹോദരി ഒരു എഴുത്തെഴുതുകയാണ്. ഇത് സാറ എന്ന് പറയുന്ന ഞാനാണ് അയക്കുന്നത്. ഇത് ഗാസയിലെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയ അഡ്രസ്സും ഫോൺ നമ്പർ വരെ എഴുതി കൊടുക്കുകയാ. അഡ്രസ്സും ഫോൺ നമ്പർ വരെ എഴുതി കൊടുത്തു. ഇതാരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ പടച്ചവനെ നിങ്ങൾ എന്നെ ഒന്നറിയിക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ എന്നെ നിങ്ങൾ പിടിച്ചു നിർത്തരുത്. സാറ എന്ന് പറയുന്ന ഈജിപ്തുകാരിയായ സഹോദരി അള്ളാഹുവേ കഥാ കുപ്പിക്കകത്ത് ധാന്യങ്ങൾ നിറച്ച് എഴുത്തുമെഴുതി ഫോൺ നമ്പരും എഴുതി അതാ കടലിന്റെ തിരമാലകളിലേക്ക് അള്ളാഹുവിനെ അങ്ങ് പരമേൽപ്പിക്കുകയാണ്. പടച്ചറപ്പിന്റെ കയ്യിൽ അങ്ങ് പരമേൽപ്പിച്ചടോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹോദരി പറയുകയാണ്, 3 ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരികയാ. അൽഹംദുലില്ലാഹ്, ഹോസ്പിറ്റലിലെ ഡോക്ടർ ഒരു മറുപടി കിട്ടിയിരിക്കുകയാണ്. സാറ എന്ന് പറയുന്ന പെണ്ണ് പറയുന്നു, നിങ്ങളയച്ച ആഹാര സാധനങ്ങള് ഞങ്ങളുടെ കയ്യിൽ കെട്ടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഒരിക്കലും നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഞങ്ങൾ പിടിച്ചു നിർത്തൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈജിപ്തുകാരായ ജനങ്ങളുണ്ടല്ലോ, അതാ കുപ്പിക്കകത്ത് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് നിറച്ചിട്ട് കടലിന്റെ തിരമാലയിലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് പരമേൽപ്പിക്കുകയാ. 70 മണിക്കൂർ കഴിയുമ്പോ ആ കടലിന്റെ തിരമാല കൊണ്ടുവന്നിട്ട്